ഹലോ ഗൈസ്, വെൽക്കം, വണക്കം. വളരെ എന്ത് പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം നമ്മൾ ഈ ദിവസങ്ങളിലൊക്കെ ചെയ്ത വീഡിയോസിൻ്റെ അകത്തൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ജീവിതങ്ങളുടെ അകത്ത് നടക്കുന്ന നമ്മളെ മൂക്കത്ത് വിരൽ വെച്ച് പോകുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനെ നടക്കുന്നത്. എന്താ ഈ സമൂഹത്തിന് എന്ത് പറ്റി എന്നുള്ള കാര്യമാണ്. തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് ഈ വിഷയത്തിലേക്ക് വരാം. നമുക്കൊരു ജീവിതത്തിൽ ഒരാളോട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ആണോ പെണ്ണോ ആയിക്കോട്ടെ, നിങ്ങൾ പറ്റിയിട്ടില്ലെങ്കിൽ ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുക. പകരം ആ ബന്ധത്തിൽ നിന്ന് ഇറങ്ങി പോകുന്നതിന് പകരം അവരെ കൊന്നിട്ട് പോവുക, അല്ലെങ്കിൽ അവരുടെ ജീവിതം നശിപ്പിച്ചിട്ട് പോവുക, അവരെ ആസിഡ് ഒഴിക്കുക, കൊല്ലാക്കൊല ചെയ്യുക എന്നുള്ള പരിപാടി ആര് കാണിച്ചാലും അതിനൊരിക്കലും നമുക്ക് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. കുറച്ച് നാളിന് മുമ്പ് KR മീര എന്ന് പറയുന്നൊരു പ്രസിദ്ധ എഴുത്തുകാരി കഷായ ഗ്രീഷ്മയെ ന്യായീകരിച്ചുകൊണ്ട് പറഞ്ഞ് ചില ബന്ധങ്ങളിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ സമ്മതിച്ചിട്ടില്ല എങ്കിൽ അവർ ചിലപ്പോൾ ഇങ്ങനെയൊക്കെ കൊന്നെന്ന് വരും, കഷായം കൊടുത്തെന്ന് വരും എന്നുള്ള രീതിയിലേക്കൊക്കെ അവർ പറഞ്ഞ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു കാര്യം നിങ്ങൾ കണ്ടു. ആ ഒരു പരിപാടിയല്ല ഇവിടെ അതേ പരിപാടിയാണ് നടന്നിരിക്കുന്നത്. ഒരു മനുഷ്യൻ അയാളുടെ പങ്കാളി എന്നാണ് പറയപ്പെടുന്ന ഒരു പ്രവീണ എന്ന് പറയുന്ന സ്ത്രീയെ കൊന്നിരിക്കുന്നു. ആ സ്ത്രീക്ക് 2 പെൺമക്കളുണ്ട്. ഒരു 9 വയസ്സുകാരിയെ കണ്ടെത്തിയിരിക്കുന്നു. 14 വയസ്സുകാരിയായ മൂത്ത മകളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച് ആ കുട്ടി മരണത്തിനും ജീവിതത്തിനും ഇടയ്ക്ക് നിൽക്കുന്നു. നിങ്ങൾ ആലോചിച്ച് നോക്കണം, ഇതെല്ലാം നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ഇത് നടക്കുന്നത് വയനാട് മാനന്തവാടിയിലാണ്. ഈ വാർത്ത ഇതിനകത്ത് വീഡിയോ ആയിട്ട് എനിക്കിത് കാണിക്കാൻ പറ്റത്തില്ല. ജസ്റ്റ് ഞാൻ നിങ്ങളെ ഇത് കേൾപ്പിച്ചു തരാം. കാരണം യൂട്യൂബ് ചില പോളിസി കൊണ്ടുവന്ന കാരണമാണ്. ആശ്വാസകരമായിട്ടുള്ള ഒരു വാർത്ത ഈ മണിക്കൂറിൽ വരികയാണ്. ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. 9 വയസ്സുകാരിയെ കിട്ടി, അതൊരു ആശ്വാസകരമായ വാർത്തയാണെന്നുള്ള രീതിയിൽ നമുക്ക് ആർക്കും ഒരു തർക്കമൊന്നുമില്ല. ആലോചിച്ച് നോക്കണം, ഇയാൾ ഒരു കാപ്പിത്തോട്ടത്തിൻ്റെ നടുവിൽ വിജനമായ സ്ഥലത്ത്, ഒരൊറ്റ മനുഷ്യരും എത്താത്ത സ്ഥലത്ത് ഇത്രയും മഴ നമ്മുടെ നാട്ടിൽ കിട്ടുന്നെങ്കിൽ വയനാട് പോലുള്ള മലമ്പ്രദേശത്ത് എന്തുമാത്രമായിരിക്കും മഴ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കാൻ പറ്റും. നമ്മൾ ആ ചൂരൽമല, അതുപോലെ തന്നെ മുണ്ടക്കൈ ദുരന്തം വയനാടിനെ വളരെയധികം വേദനിപ്പിച്ച വയനാടിൻ്റെ മൊത്തത്തിൽ നമ്മൾ കണ്ണീരായിട്ട് കണ്ട് ആ നാട്ടിനകത്താണ് ഇന്ന് മറ്റൊരു ക്രൂരത അരങ്ങേറിയിരിക്കുന്നത്. അതിനകത്ത് ഈ വ്യക്തി ഇദ്ദേഹം ഇതിൻ്റെ അകത്തൊരു വോയിസ് ലാസ്റ്റ് പറയുന്നത് എന്തിനാടാ കൊന്നത് എന്നുള്ള കാര്യം ചോദിക്കുന്ന സമയത്ത് ഇയാൾ പറയുന്നത്, എൻ്റെ ജീവിതം അവൾ നശിപ്പിച്ചു, എൻ്റെ ജീവിതം മൊത്തത്തിൽ പോയി എന്നുള്ള രീതിയിലേക്കാണ്. അതായത് ഇവർ തമ്മിലുള്ള എന്തൊക്കെയോ തരത്തിലുള്ള പ്രശ്നങ്ങൾ. ഇപ്പം പലരും പറയും, ഇപ്പോൾ നമ്മുടെ വഴിവിട്ട ബന്ധങ്ങൾ, ലിവിങ് ടുഗദറുകൾ മോശമാണ്. പക്ഷേ വഴിവിട്ട ബന്ധങ്ങളാണെങ്കിലും ലിവിങ് ടുഗദർ ആണെങ്കിലും എന്ത് സംഭവങ്ങളാണെങ്കിലും 2 വ്യക്തികളാണ്. വ്യക്തികൾക്ക് തമ്മിൽ അകൽച്ച വരാൻ സാധ്യതയുണ്ടെങ്കിൽ, അല്ലെങ്കിൽ താല്പര്യമില്ല എങ്കിൽ ആ ബന്ധങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു പോവുക, വിട്ടിട്ട് പോവുക. എന്തിനു കൊല്ലണം? കൊന്ന് മറ്റേ സൂട്ട് കേസിൻ്റെ അകത്ത് പീസുകളാക്കി മാറ്റുന്നു. നമ്മുടെ സിനിമകളെ വെല്ലുന്ന രീതിയിലേക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലതും നടക്കുന്നത്. ഇതിനകത്ത് ആ കുട്ടികളുടെ മുമ്പിൽ വെച്ച് തന്നെ ആ അമ്മയെ കൊന്നു. അതിനുശേഷം ഈ കുട്ടികളെ കരുതൽ തടങ്കൽ വയ്ക്കുന്നത് പോലെ ഒരു വിജനമായ സ്ഥലത്ത് കൊണ്ടുപോയി ഒരു ഓടിട്ട മേച്ചിൽ പുറത്തിൻ്റെ ആ ഓടിൻ്റെ അകത്തുകൂടെ കുട്ടികളെ ഭയപ്പെടുത്തി താഴെ ഇറക്കുന്നു. അതിലൊരു മൂത്ത പെൺകുട്ടിയെ കൊലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. പിന്നെ അവരെ ലൈംഗികപരമായി ഒന്നും ഉപയോഗിച്ചിട്ടില്ല എന്നുള്ള രീതിയിലേക്കാണ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നത്. ബാക്കിയുള്ളതെല്ലാം നമ്മളെ മുന്നിൽ ഇനി അന്വേഷണത്തിലേക്ക് വരേണ്ടത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടുന്നൊരു കാഴ്ചയാണ്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും ഇന്ന് എന്താണ്. ഞാനൊരു കാര്യം പറയട്ടെ, ചില ആൾക്കാരെ നമുക്ക് മാറ്റാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ മാറാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റുപാടുകളിലുള്ള ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ അഡോപ്റ്റ് ചെയ്യേണ്ടത് നമ്മുടെ ചുറ്റുപാട് വരുന്ന ഇങ്ങനെയൊക്കെയുള്ള കലുഷിതമായ സാഹചര്യങ്ങളിൽ നിന്നും വേണം നമ്മളിൽ ആ മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് സമൂഹത്തിലേക്ക് അത് പ്രചരിപ്പിക്കുകയും അതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. നമ്മുടെ ഉത്തർപ്രദേശിലൊക്കെ കുറച്ച് നാളിന് മുമ്പ് കണ്ടായിരുന്നു. ഇനി ഇതൊരു ഗോവിന്ദചാമിയായിട്ട് കുറച്ച് നാൾ കഴിഞ്ഞ് ഇവൻ ഇറങ്ങി വരും. 2 കുട്ടികളുടെ അമ്മയെ ജീവനെടുത്ത ഇയാൾ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇപ്പോഴും ആ വീടിൻ്റെ അകത്ത് കൊന്ന ആ ഒരു സ്ത്രീയുടെ മൃതശരീരം ഇപ്പോഴും അവിടെ തന്നെ സൂക്ഷിച്ചിരിക്കുകയാണ്. ഡോഗ് സ്ക്വാഡ് ഇറങ്ങി അവസാനം ഇവനിലേക്ക് എത്താൻ അവിടുത്തെ പ്രദേശവാസികളും അവിടെ നിൽക്കുന്ന തോട്ടം തൊഴിലാളികളും അടക്കം എല്ലാവരുടെയും ശ്രമഫലമായിട്ടാണ്, കഠിനമായ പ്രയത്നത്തിലാണ് പോലീസിൻ്റെയൊക്കെ ഇടപെടൽ. പിന്നെ ആ മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വെച്ചിട്ടൊക്കെ മൊബൈൽ ഫോണിൻ്റെയൊക്കെ ഒരു ഇത് വെച്ചിട്ടാണ് അവിടെ തുമ്പ് കിട്ടുന്നതും ആ വീട്ടിൽ ഇയാൾ ഉണ്ടെന്നുള്ളതും ഈ കുട്ടിയെയും വെച്ചിട്ട് അവസാനം ഒരു വലിയൊരു വാക്കത്തിയും വെച്ചുകൊണ്ട് ഇയാളൊരു വീടിൻ്റെ മോൾ ഭാഗത്തൊരിടത്ത് കയറി നിന്നുകൊണ്ട് ആ പെൺകുട്ടിയെ വിട്ടുകൊടുക്കുന്ന ദൃശ്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അത് ഇങ്ങനെ ഒരു വാക്കത്തി വെച്ചുകൊണ്ട് നിൽക്കുന്ന ആളുടെ അടുത്ത് നിൽക്കുന്ന ഒരു പെൺകുട്ടിയുടെ ഒരു മാനസികത എന്തായിരിക്കും? സ്വന്തം അമ്മയുടെ മൃതശരീരം കണ്ട് അവരെ കൊലപാതകം ചെയ്യുന്ന വെട്ടി നുറുക്കുന്ന കാഴ്ചയും കണ്ട് നിൽക്കുന്ന ആ കുട്ടിയുടെ ട്രോമറ്റൈസ്ഡ് ആയിട്ട് മാറുന്ന ആ കുട്ടി ഇനി എന്ത് ഭയത്തിലായിരിക്കും ജീവിക്കുക? ആ കുട്ടിയുടെ ജീവിതമാണ് പോകുന്നത്. നമ്മുടെ ചുറ്റുപാടുകളിലും ഇതുപോലുള്ള നിങ്ങൾ പ്രണയിക്കുന്നവരായിക്കോട്ടെ, നിങ്ങൾ ചിലപ്പോൾ ദാമ്പത്യ ജീവിതത്തിലായിക്കോട്ടെ, നിങ്ങൾ ലിവിങ് ടുഗദർ ആയിക്കോട്ടെ, മറ്റ് ഇതര ബന്ധങ്ങളായിക്കോട്ടെ, എന്ത് ബന്ധമാണെങ്കിലും നിങ്ങൾക്ക് താല്പര്യമില്ലേ ആ ബന്ധം പറഞ്ഞ് അവസാനിപ്പിക്കുക. രണ്ട് വഴിക്ക് മര്യാദയ്ക്ക് പോവുക. എന്തിനു കൊല്ലണം? നമുക്കതിനുള്ള റൈറ്റ് ഉണ്ടോ? നമ്മൾ മനുഷ്യ ജീവിതം ഈ ഒരു ഭൂമിയിൽ ജീവിക്കാൻ എത്ര കാലം വിധിക്കപ്പെട്ടോ അത്ര നാൾ ജീവിച്ച് നമ്മൾ മരണപ്പെട്ട് പോവുക. അതിനപ്പുറത്തേക്ക് നമ്മൾ എന്തിനാണ് മറ്റൊരാളുടെ ജീവൻ എടുക്കാൻ വേണ്ടി നമ്മളിങ്ങനെ തുനിയുന്നത്? അത് കാരണം ഇത് കണ്ടിട്ട് ആ കുട്ടികളുടെ ഇനി അവസ്ഥ ആലോചിച്ച് നോക്കൂ. ഇനി ആ കുട്ടികളുടെ ജീവിതം എങ്ങനെ പോകും? പങ്കാളി എന്നാണ് പറയുന്നത്. എന്ത് തരത്തിലേക്ക് ഇത് എത്തിപ്പെട്ടൊന്നും അറിയത്തില്ല.
പരിക്കുകളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഈ 9 വയസ്സുകാരിക്ക് യാതൊരു പരിക്കുകളും മറ്റുള്ള കാര്യങ്ങളൊന്നും ഇല്ലാതെയാണ് ആ കുട്ടിയെ തിരിച്ചു കിട്ടിയിരിക്കുന്നത്. എന്നാൽ മൂത്ത കുട്ടി 14 വയസ്സുകാരിയായ പെൺകുട്ടിക്ക് കഴുത്തിലും ശരീരത്തിൽ പല സ്ഥലങ്ങളിലും വെട്ടേറ്റ പാടും, അതുപോലെ തന്നെ അത് ഗുരുതരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നു. അത് ഹോസ്പിറ്റലിൽ ആണ് എന്നുള്ളതാണ്. അമ്മയുടെ ശരീരം കിടക്കുന്ന സ്ഥലത്തു നിന്ന് മാറ്റിയിട്ടില്ല എന്നുള്ള കാര്യമാണ്. ഞാനിപ്പോൾ ആലോചിക്കുന്ന ഈ 9 വയസ്സ് അത് കരഞ്ഞ് വെപ്രാളപ്പെട്ട് അതിൻ്റെ മനോനില തന്നെ ഏതാണ്ട് തകർന്ന അവസ്ഥയിലേക്കാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മൾ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ ജീവിതം തന്നെ മാറി മറിയുന്നത് ചില അന്തർസംഘർഷങ്ങളായിരിക്കും. ചില സംശയങ്ങൾ കൊണ്ടുണ്ടാവാം, ചിലത് മദ്യപാനത്തിൻ്റെ ഇതിലുണ്ടാവാം, ചിലത് ഭാര്യയ്ക്കും ഭർത്താവിനുണ്ട് കേട്ടോ. ഇത് ഒരു ഏകപക്ഷീയമായിട്ട് ഇപ്പം മറ്റേ KR മീര പറഞ്ഞതുപോലെ ഒരു സ്ത്രീക്ക് ഒരു ബന്ധത്തിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ എന്നൊക്കെ പറഞ്ഞ് വലിയ സാഹിത്യ സൃഷ്ടിയോട് വർത്തമാനം പോലെ പറയാനൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല. ആണോ പെണ്ണോ ഏത് ജെൻഡറിൽപ്പെട്ടവരായിക്കോട്ടെ, തെണ്ടിത്തരമോ തെറ്റോ വൃത്തികേടോ കാണിച്ചാൽ അത് ജെൻഡർ നോക്കാതെ പറയാൻ പറ്റണം. സമത്വം മറ്റത് മറിച്ചതൊക്കെ കൊണവണാന്നൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് വന്നിരുന്ന വർത്തമാനമൊക്കെ പറയുന്ന പല ആൾക്കാരെ എനിക്കറിയാം. ഇവരുടെയൊക്കെ സ്വന്തം ലൈഫിൻ്റെ അകത്തൊക്കെ വരുമ്പോൾ ഇതൊന്നും അല്ല കാണിക്കുക. നീതി നടപ്പിലാക്കേണ്ടത് ജെൻഡർ നോക്കിയിട്ടൊന്നുമല്ല. പക്ഷേ എങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ അകത്ത് കുറച്ചധികം നോക്കുമ്പോഴേക്ക് സ്ത്രീകൾക്കെതിരെ തന്നെയാണ്. ഇപ്പോൾ ഇയാളുമായിട്ടുള്ളൊരു ബന്ധം വച്ചുകൊണ്ട് അയാൾ ആ ഒരു സ്ത്രീയെ കൊല്ലുന്നു, എന്നിട്ട് ആ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തി തട്ടിക്കൊണ്ടുപോയി ഒരിടത്ത് കൊണ്ട് പാർപ്പിക്കുന്നു. അവസാനം പ്രദേശവാസികളും പോലീസിൻ്റെയൊക്കെ നല്ല രീതിയിലുള്ള കഷ്ടപ്പാട് കാരണം ആ സ്ഥലത്ത് നിന്ന് കൊണ്ടുവരുന്നു. പിന്നെ ആ കുട്ടിയുടെ ദേഹത്തിൽ പോറൽ പോലും ഏറ്റിട്ടില്ല എന്ന് പറയുന്നു. മെഡിക്കൽ പരിശോധനകളൊക്കെ വരണം. അതുപോലെ മൂത്ത കുട്ടി ആശുപത്രിയിലാണ്. അപ്പോൾ ഇവർക്കിടയിൽ എന്താണ് പ്രശ്നം വന്നെന്നുള്ള കാര്യമൊക്കെ തെളിയണം. അതൊക്കെ വഴിയെ തെളിയേണ്ട കാര്യങ്ങളാണ്. കഴിഞ്ഞ രാത്രി 8-9 മണിയോട് കൂടി കൊലപ്പെടുത്തിയത്. കൊലപ്പെട്ട അമ്മയുടെ ഇപ്പോഴും വീട്ടിൽ തന്നെ അതിനാണ് കുട്ടിയെ കാണായത്. അതിനുശേഷം വലിയ തെരച്ചിൽ ഇപ്പോൾ രാവിലെ തെരച്ചിൽ വന്നു. പോലീസ് നായ ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ പോലീസ് സംഘം RRT സംഘങ്ങളെല്ലാം പരിശോധന നടത്തി. തൊട്ടടുത്തുള്ള ഫോറസ്റ്റ് മേഖലയോട് ചേർന്നുള്ള പ്രദേശത്ത് നിന്നാണ് കുട്ടിയെ കിട്ടിയതെന്നാണ് വിവരം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മുമ്പിലേക്ക് കിട്ടിയിരിക്കുന്ന വാർത്ത. ഇനി വളരെ ശക്തമായ അന്വേഷണത്തിലൂടെ എന്ത് കാരണത്താലാണ് ഇത് കൊല്ലപ്പെട്ടത്. കുറച്ച് നാൾ കഴിയുമ്പോൾ ഒരു ഗോവിന്ദചാമിയെ പോലെ തടിച്ചു കൊഴുത്ത് നല്ലൊരു സുന്ദര കുട്ടപ്പനായിട്ടൊക്കെ പുറത്തിറങ്ങി വരും. അവരെയൊക്കെ സപ്പോർട്ട് ചെയ്യാനും മനുഷ്യാവകാശം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മനുഷ്യാവകാശ പ്രവർത്തകർ വരും. അവർക്ക് വേണ്ട നീതി മറ്റുള്ള കാര്യങ്ങൾ ഓക്കെ ആയിക്കോട്ടെ. ഇനി ഇവനും കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഇവനും സ്വൈരവിഹാരമൊക്കെ നടത്തുന്നതിന് കുറച്ച് നാളിന് മുമ്പ് നമ്മുടെ അനുപമ പത്മൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു പെൺകുട്ടിയെ അബിഗേൽ എന്ന് പറഞ്ഞൊരു 6 വയസ്സുകാരി തട്ടിക്കൊണ്ടുപോയ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആ ഒരു ക്ലീൻ ചിറ്റൊക്കെ കൊടുത്തല്ലോ സമൂഹം. ആ പെൺകുട്ടി നമ്മുടെ വ്യവസ്ഥയൊക്കെ നിർബന്ധിത വ്യവസ്ഥ വെച്ചിട്ട് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഇറങ്ങി വീഡിയോസൊക്കെ ചെയ്യുന്നു. ആറ്റുകാൽ അമ്മയെക്കുറിച്ച് പറയുന്നു, മറ്റുള്ളവർ ഓക്കെ. രത്നാകരൻ എന്നുള്ള കാട്ടുകള്ളൻ എഴുതിയതാണ് പിൽക്കാലത്ത് വാത്മീകിയായിട്ട് മാറുകയും അയാൾ എഴുതിയതാണ് ഈ രാമായണം നമുക്കറിയാം. പക്ഷേ ആ സംഭവത്തിന് ശേഷം അയാൾ പിന്നോട്ടൊരു ക്രിമിനൽ പശ്ചാത്തലത്തിലേക്ക് പോയിട്ടില്ല. പക്ഷേ നമ്മുടെ സമൂഹത്തിൻ്റെ അകത്തും മറ്റ് പല ക്രിമിനൽ പരിപാടികൾ കാണിച്ചിട്ടുള്ളവർ ഫ്യൂച്ചറിലും അത് കാണിച്ചിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനുശേഷം നമ്മൾ ഈ അനുപമ പത്മൻ്റെ വിഷയം സംസാരിച്ച സമയത്ത് തന്നെ ഒരു കുട്ടിയെ നമ്മുടെ കുളത്തിൽ മുക്കിക്കൊന്ന ഒരുത്തൻ്റെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അവരുടെ മുൻകാലത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലം നമ്മൾ പറഞ്ഞതാണ്. അതുപോലെ ഇതുപോലുള്ള ആൾക്കാർക്ക് സ്വൈരവിഹാരം നടത്തുന്ന ഒരു നിയമം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നു. ഉത്തർപ്രദേശിൽ നമ്മുടെ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച പ്രതി എന്നുള്ള രീതിയിൽ കുറേ ഇതുപോലെ തെണ്ടിത്തരം കാണിച്ചിന് വെടിവെച്ച് കൊന്നിരുന്നു. നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ നിയമം മൂലം ഒരാൾക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൻ്റെ യഥാർത്ഥ ശിക്ഷയിലേക്ക് എത്തണമെങ്കിൽ കാലതാമസം എടുക്കും. അതുപോലെ തന്നെ കാലതാമസം കൊണ്ട് അതിനകത്ത് അയവ് വരും. പിന്നെ കുറേ അധികം സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് അത് ഒന്നുമില്ലാത്ത രീതിയിലേക്ക് പോകും. കുറച്ച് കഴിയുമ്പോൾ തിന്ന് കൊഴുത്ത് ഇൻഫ്ലുവൻസൊക്കെ വെച്ചുകൊണ്ട് വളരെ നല്ല രീതിയിലൊക്കെ പുറത്ത് നല്ല അധികായന്മാരായിട്ടൊക്കെ പുറത്തിറങ്ങി നടക്കും. വിലസും നമ്മളിത് കണ്ടിട്ട് നിൽക്കും. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. അടുത്തൊരു വീഡിയോ കാണുന്നത് ഗൈസ്.